വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ആ ടോപ്പിക്ക് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അതേ ചാപ്റ്ററിൽ തന്നെ വേറൊരു ടോപ്പിക്കാണ് ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്നാണ്. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. അതെന്താണ്? ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് അല്ലെ. ഇനി അതേപോലെ തന്നെ ഉള്ളൊരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ആ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിന്റെ പേര്? പോയിന്റർ. ഓക്കെ, സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോയിന്റേഴ്സ്. അപ്പോൾ ഈ പോയിന്റേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ +1 പഠിച്ചതാണ് വേരിയബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, സോ വാട്ട് ഈസ് വേരിയബിൾ? എ വേരിയബിൾ ഈസ് എ നെയിംഡ് സ്റ്റോറേജ് ലൊക്കേഷൻ വേർ യു ക്യാൻ സ്റ്റോർ എ ഡാറ്റ ഐറ്റം. അതായത് ഒരു ഡാറ്റ ഐറ്റം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ, നാമകരണം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നെയിംഡ് ആയിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷനെ എന്ന് വിളിക്കാം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വേരിയബിൾ വെച്ചിട്ടാണ് നമുക്കിത് ഇവിടെ ഈ ഒരു കൺസെപ്റ്റ് പറയാനുള്ളത്. അതുകൊണ്ട് ആദ്യം നമുക്ക് ഒരു ചെറിയൊരു വേരിയബിൾ ഡിക്ലറേഷൻ നോക്കാം. വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാനുള്ള സിന്റാക്സ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ഡാറ്റ ടൈപ്പ്, ദെൻ സ്പേസ്, വേരിയബിൾ നെയിം, സെമിക്കോളൻ. ഇതാണ് സിന്റാക്സ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. അപ്പോൾ ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് മാത്രമല്ല, അതിലൊരിക്കലും ഒരു ഇനീഷ്യൽ വാല്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വേരിയബിളിന്റെ ഡിക്ലറേഷൻ കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ആ വേരിയബിളിന് ഒരു ഇനീഷ്യൽ വാല്യൂവും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ഇന്റ് നം ഈക്വൽ ടു 25. അപ്പൊ എന്താണ് ഇവിടെ? വി ആർ ഡിക്ലയറിംഗ് ആൻ ഇന്റിജർ ടൈപ്പ് വേരിയബിൾ നെയിംഡ് നം വിത്ത് ആൻ ഇനീഷ്യൽ വാല്യൂ 25. ഓക്കെ, അപ്പോൾ ഒരു നം എന്ന പേരിലുള്ള ഒരു ഇന്റിജർ ടൈപ്പ് വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. ആ വേരിയബിളിനുള്ള ഫസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ഇനീഷ്യൽ വാല്യൂ ഏതാണ്? 25 എന്ന് പറയുന്ന വാല്യൂ. ഇനി ഇതിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ നോക്കാം. മെമ്മറിയിൽ ഇത് എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഇതാണ് അതിന്റെ മെമ്മറി റെപ്രസെന്റേഷൻ. സോ വി ഓൾറെഡി നോ ദാറ്റ് ആൻ ഇന്റിജർ ഡാറ്റ ടൈപ്പ് നീഡ്സ് 4 ബൈറ്റ്സ് അല്ലെ. ഒരു ഇന്റിജറിന് എത്ര ബൈറ്റ്സ് ആവശ്യമുണ്ട്? 4 ബൈറ്റ്സ് ആണ് ആവശ്യം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ നം എന്ന പേരിലുള്ള ഈ വേരിയബിളിന് 4 ബൈറ്റുകൾ വേണം. ഓക്കെ, ഒന്നാമത്തെ ബൈറ്റ് ആണ് ഇവിടെ ആദ്യം കാണിച്ചിട്ടുള്ളത്. ഇത് സെക്കൻഡ് ബൈറ്റ്, തേർഡ്, ഫോർത്ത്, ആ രീതിയിൽ വരും. അപ്പൊ നമ്മൾ ഇവിടെ മെമ്മറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? ആക്ച്വലി റാമിനാണ്, റാൻഡം ആക്സസ് മെമ്മറി. ഈ റാമിലുള്ള ഓരോ സെല്ലും ഒരു ബൈറ്റാണ്. ആക്ച്വലി റാമിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു സെൽ എന്ന് വെച്ചാൽ എത്ര ബൈറ്റ്സ് ആണ്? 1 ബൈറ്റ്. അപ്പൊ ഇത് ഓരോന്നും ഓരോ ബൈറ്റ് ആണ്. ഈ ഓരോ ബൈറ്റിനും അതിൻ്റെതായ ഒരു യുണീക്ക് അഡ്രസ് ഉണ്ടായിരിക്കും, മെമ്മറി അഡ്രസ്. എന്തിനാണ് മെമ്മറി അഡ്രസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അഡ്രസ് ഇല്ലാതെ നമുക്കൊരു ലൊക്കേഷനിലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. ആ ലൊക്കേഷനിൽ നിന്ന് സ്റ്റോർ ചെയ്ത വാല്യൂ നമുക്ക് തിരിച്ച് റിട്രീവ് ചെയ്യാനും പറ്റില്ല. അപ്പൊ ഈ രണ്ട് പർപ്പസിന് വേണ്ടിയിട്ട്, സ്റ്റോറേജിനും റിട്രീവലിനും വേണ്ടിയിട്ടാണ് ഓരോ ബൈറ്റിനും എന്ത് കൊടുക്കുന്നത്? മെമ്മറി അഡ്രസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കി നോക്കും. ഇവിടെ ഫസ്റ്റ് ബൈറ്റിന്റെ അഡ്രസ് എന്താണ്? 1000. സെക്കൻഡ് ബൈറ്റിന്റെ അഡ്രസ് 1001, ദെൻ 1002, 1003. 4 ബൈറ്റിനും വ്യത്യസ്തമായ മെമ്മറി അഡ്രസ്സുകളാണ് ഉള്ളത്. ഇതിപ്പോ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതിയതാണ്. ആക്ച്വലി മെമ്മറി അഡ്രസ് അങ്ങനത്തെ നമ്പേഴ്സ് ആവുന്നില്ല. അത് ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ് വരും. ഹെക്സാഡെസിമൽ ഒക്കെ നമ്മൾ പഠിച്ചാണ്, ഫസ്റ്റ് ഇയർ നമ്പർ സിസ്റ്റംസിൽ പഠിച്ചാലേ. മെമ്മറി അഡ്രസ്സസ് ഒക്കെ നോർമലി എങ്ങനെയാണ് വരിക? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ് വരിക. അപ്പൊ ഇതൊരു സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു നമ്പേഴ്സ് കൊടുത്തുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അതായത് നമ്മൾ നം എന്ന പേരിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറിയിൽ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. 4 ബൈറ്റ്സ് അവിടെ റിസർവ് ചെയ്തു. ആ 4 ബൈറ്റിൽ ഓരോ ബൈറ്റിനും എന്തുണ്ട്? ഇതുപോലത്തെ അഡ്രസ്സുകളുണ്ട്.
ഈ 4 ബൈറ്റിലും കൂടി ആയിട്ടാണ് ഈ 25 എന്ന് പറയുന്ന നമ്പർ സ്റ്റോർ ചെയ്യുന്നത്. 25 ഇതേപോലെ ഡെസിമൽ റെപ്രസെന്റേഷൻ ആയിട്ടല്ല, അതിന്റെ ബൈനറി ഫോമിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒരു വേരിയബിളിന് 2 ആസ്പെക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വേരിയബിളിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ 2 വാല്യൂസ് അസോസിയേറ്റഡ് ആയിട്ടുള്ള 2 വാല്യൂസ്. ഒന്നാമത്തെ വാല്യൂവിന്റെ പേരാണ് എൽ വാല്യൂ എന്ന് പറയും, രണ്ടാമത്തെ വാല്യൂ ആണ് ആർ വാല്യൂ. ഏത് വേരിയബിൾ എടുത്താലും അതിന് എന്തൊക്കെ ഉണ്ട്, ഒരു എൽ വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ആർ വാല്യൂ ഉണ്ട്. എൽ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? എൽ വാല്യൂ ഈസ് ദ മെമ്മറി അഡ്രസ് ഓഫ് എ വേരിയബിൾ. ഒരു വേരിയബിളിന് ഏത് മെമ്മറി ഏത് സ്ഥലത്താണ് അല്ലെങ്കിൽ ഏത് അഡ്രസ്സിലാണ് ഇത് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന ആ അഡ്രസ് ആണ് എൽ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ആർ വാല്യൂ എന്ന് വെച്ചാൽ ദ കണ്ടന്റ് ഓഫ് ദ വേരിയബിൾ. ഓക്കെ, ഒരു വേരിയബിൾ എന്ത് വാല്യൂ ആണ്, എന്ത് ഡാറ്റയാണ് അത് ഹോൾഡ് ചെയ്യുന്നത്, അതിന്റെ ആ കണ്ടന്റ് ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർ വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ആർ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് 25 അല്ലെ, ക്ലിയർ അല്ലേ? ഇനി എൽ വാല്യൂ എന്താണ്? എൽ വാല്യൂ എന്ന് വെച്ചാൽ അതിന്റെ അഡ്രസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഈ വേരിയബിളിന് 4 അഡ്രസ്സുകളുണ്ട്. ഈ വേരിയബിളിന് 4 ബൈറ്റ്സ് ഉള്ളതുകൊണ്ട് ഓരോ ബൈറ്റിനും എന്തുണ്ട്, ഓരോ അഡ്രസ്സുകളുണ്ട്. അപ്പൊ ഇതിൽ ഏതായിരിക്കും അതിന്റെ എൽ വാല്യൂ? നാച്ചുറലി ഏത് വേരിയബിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ദ എൽ വാല്യൂ ഈസ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് ബൈറ്റ്. അതിന്റെ ഫസ്റ്റ് ബൈറ്റിന്റെ അഡ്രസ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക എൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ആർ വാല്യൂ ഈ വേരിയബിളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദ ആർ വാല്യൂ എൽ വാല്യൂ ഈസ് 1000 ആൻഡ് ഇറ്റ്സ് ആർ വാല്യൂ ഈസ് 25. ക്ലിയർ അല്ലേ? അപ്പോ ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ആർ വാല്യൂ നമുക്ക് ഓൾറെഡി ഉണ്ട്, വേരിയബിൾ ഉണ്ട്. ഇത് അത് ഈ മെമ്മറി ഈ 1000 മുതൽ 1003 വരെയുള്ള ഈ മെമ്മറി ലൊക്കേഷൻസിൽ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആർ വാല്യൂ, ദാറ്റ് ഈസ് 25. ഇനി സപ്പോസ് നമുക്ക് ഈ വേരിയബിളിന്റെ തന്നെ എൽ വാല്യൂ നമുക്ക് ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. എൽ വാല്യൂ എന്തൊരു പർപ്പസിന് വേണ്ടി നമുക്ക് ആവശ്യമുണ്ട്, അതായത് ആ വേരിയബിളിന്റെ മെമ്മറി അഡ്രസ് നമുക്ക് ആവശ്യമുണ്ട്, അതിപ്പോൾ വേറെ എന്തെങ്കിലും പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ എൽ വാല്യൂ നമുക്ക് മറ്റൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് ഇതുപോലുള്ളപ്പോൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത നം എന്ന് പറയുന്ന അതുപോലുള്ള ഒരു ഓർഡിനറി വേരിയബിളിൽ നമുക്ക് ഒരിക്കലും ഒരു മെമ്മറി അഡ്രസ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഓർഡിനറി വേരിയബിൾസ് are always used for storing normal integers or floating point numbers or characters. നോർമൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾസ് ആണ് ഓർഡിനറി വേരിയബിൾസ്. അപ്പൊ ഈ ഒരു പർപ്പസിന് വേണ്ടി അഡ്രസ്സസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു മെമ്മറിയുടെ അഡ്രസ് നമുക്ക് എവിടെയെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആണ് ഇത് പോയിന്റേഴ്സ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ടോ. സോ പോയിന്റേഴ്സ് ആർ special variables which are used to store the memory address or the address of a memory location. ഒരു മെമ്മറി ലൊക്കേഷനിൽ വരുന്ന അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആണ് ഇത് പോയിന്റേഴ്സ്. ഓക്കെ, അപ്പോൾ പോയിന്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താന്നുള്ളത് ഇപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ. പോയിന്റേഴ്സിൽ ഒരിക്കലും നമ്മൾ ഈ സാധാരണ വേരിയബിൾസിലുള്ള പോലെ ഓർഡിനറി വാല്യൂസ് അല്ല സ്റ്റോർ ചെയ്യാം. A pointer always contains or it stores the address of a memory location. It may be the address of a variable or an array or even a structure. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഒരു സ്ട്രക്ചറിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാം, ഒരു അറേയുടെ അഡ്രസ് സ്റ്റോർ ചെയ്യാം, ഒരു ഇന്റിജർ വേരിയബിളിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാം, ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിളിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാം, എന്തും പറ്റും. ഏത് ഡാറ്റ സ്ട്രക്ചറിന്റെയും അഡ്രസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആണ് ഇത് പോയിന്റേഴ്സ് എന്ന് പറയുന്നത്. പോയിന്റേഴ്സിന് നമ്മളൊരു വേരിയബിൾ എന്ന് പറയുമെന്നുണ്ടെങ്കിൽ പോലും ആക്ച്വലി ഇറ്റ് ഈസ് എ ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഇങ്ങനെയുള്ള 3 ഡാറ്റ ടൈപ്സിൽ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിന്റെ എക്സാമ്പിൾ ആണ് ഇത് പോയിന്റർ. ഓക്കെ, സോ പോയിന്റർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഇതൊരു ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ട് പോയിന്റർ, സിൻസ് ഇറ്റ് ഈസ് എ ഡാറ്റ ടൈപ്പ്, അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ക്രിയേറ്റ് എ വേരിയബിൾ ഓഫ് ദാറ്റ് ഡാറ്റ ടൈപ്പ്. ഇപ്പൊ ഇന്റിജർ എന്ന് പറയുന്നത് എന്താണ്? ഇന്റിജർ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണ്. ഇന്റിജർ നമുക്ക് നേരിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഇന്റിജർ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ക്രിയേറ്റ് എ വേരിയബിൾ, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഇതേപോലെ തന്നെ പോയിന്റർ ഇസ് എ ഡാറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. സോ ഒരു പോയിന്റർ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം?
ആ പോയിന്റർ ഡാറ്റ ടൈപ്പിന്റെ ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. വേരിയബിൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എങ്ങനെയാണ് ഒരു പോയിന്റർ ടൈപ്പ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കാൻ. ഓക്കെ, so the syntax for declaring a pointer type variable is ഇതാണ് ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ള സിന്റാക്സ്. ഒരു ഓർഡിനറി വേരിയബിൾ ഡിക്ലറേഷന്റെ അതേ തന്നെയാണ്, ഒരൊറ്റ വ്യത്യാസമുള്ളൂ. ഇവിടെ നമുക്കൊരു സ്പെഷ്യൽ ക്യാരക്ടർ യൂസ് ചെയ്യാനായിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ ഒരു ഓർഡിനറി വേരിയബിളും പോയിന്റർ വേരിയബിളും കൂടി തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ആസ്റ്ററിസ്ക് എന്നാണ് പറയാം. നമ്മൾ നോർമലി സ്റ്റാർ എന്ന് വിളിക്കും എന്നുണ്ടെങ്കിലും ഈ ക്യാരക്ടറിന്റെ പേര് എന്താണ്? ദിസ് ക്യാരക്ടർ ഇസ് നോൺ ആസ് asterisk. Okay, so the declaration syntax of a pointer variable is data type, then asterisk or star, pointer variable, then semicolon. ഈ രീതിയിലാണ് നമുക്കൊരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു പോയിന്റർ വേരിയബിൾ ഡിക്ലറേഷന്റെ എക്സാമ്പിൾ ആണ്. എന്താണ് ആദ്യം ഡാറ്റ ടൈപ്പ്? എന്താണ്? ഇൻഡിജർ. ഓക്കെ, ഡാറ്റ ടൈപ്പ് ഇസ് ഇൻഡിജർ, ദെൻ ആസ്റ്ററിസ്ക് സിംബൽ ടു പോയിന്റർ വേരിയബിൾ നെയിം എന്താണ്? ptr1. ഓക്കെ, ptr1 എന്നാണ് പോയിന്റർ വേരിയബിൾ നമ്മൾ കൊടുക്കുന്ന പേര്. ദിസ് ഇസ് ആൻ ഐഡന്റിഫയർ ആണ്. അപ്പോൾ ഐഡന്റിഫയർ എന്ന് വെച്ചാൽ യൂസർ ഡിഫൈൻ വേർഡ്സ്, നമുക്ക് ഇഷ്ടമുള്ള വേർഡ്സ് കൊടുക്കാം, പക്ഷെ റൂൾസ് ഫോളോ ചെയ്യണം മാത്രം. ഫസ്റ്റ് ക്യാരക്ടർ ഇറ്റ് മസ്റ്റ് ബി ആൻ ആൽഫബറ്റ് ഓർ അണ്ടർസ്കോർ, then it should not be a keyword. ഓർമ്മണ്ടല്ലോ മുമ്പ് പഠിച്ച കാര്യങ്ങൾ. ആ ഐഡന്റിഫയർ നെയിമിംഗ് റൂൾസ് ഒക്കെ ഇവിടെ ബാധകമാണ് ഇതിന് നെയിം കൊടുക്കുമ്പോൾ. ഓക്കെ, സോ നൗ ptr1 is a pointer which can store the address of an integer. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ptr1 എന്ന് പറയുന്നതിന്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ എന്താ കൊടുത്തത്? ഇൻഡിജർ അല്ലേ കൊടുത്തത്. അപ്പൊ ptr1ന് ഒരു ഇൻഡിജർ വേരിയബിളിന്റെ അഡ്രസ്സേ സ്റ്റോർ ചെയ്യാൻ പറ്റും, അല്ലാതെ മറ്റൊരു ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടോ ക്യാരക്ടറോ അങ്ങനെയുള്ള ഡാറ്റ ടൈപ്സിന്റെ ഒന്നും അഡ്രസ് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഫ്ലോട്ട് സ്റ്റാർ ptr2. അപ്പൊ ptr2 എന്ന് പറയുന്നത് മറ്റൊരു പോയിന്റർ ആണ്. ഈ പോയിന്ററിന് ഇപ്പൊ എന്താണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക? ദിസ് ക്യാൻ സ്റ്റോർ ദ അഡ്രസ് ഓഫ് എ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഓർ എ ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ. ഒരു ഫ്ലോട്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്ത ഒരു വേരിയബിളിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പോയിന്റർ ടൈപ്പ് വേരിയബിൾ ആണ് ഇത് ptr2. ഓക്കെ, ഇനി മൂന്നാമത് ഒരു ഡിക്ലറേഷൻ കൂടെ നമുക്ക് നോക്കാം. ptr3 എന്ന് പറയുന്ന പോയിന്റർ, അതൊരു പോയിന്ററാണ്. ptr3യിൽ എന്തിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാം? ptr3 സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ആക്ച്വലി ഇറ്റ് ഈസ് എ സ്ട്രക്ചർ. ഓക്കെ, കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞതാണ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ജസ്റ്റ് അസ്യൂം ദാറ്റ് സ്റ്റുഡന്റ് ഈസ് എ സ്ട്രക്ചർ വിച്ച് ഇസ് ഓൾറെഡി ഡിക്ലെയർഡ്. ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ സ്റ്റുഡന്റ് സ്ട്രക്ചറിന്റെ അഡ്രസ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് സ്ട്രക്ചറിന്റെ ഒരു ടൈപ്പ് വേരിയബിളിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പോയിന്ററാണ് ഇത് ptr3. അപ്പൊ അങ്ങനെ നമുക്ക് വ്യത്യസ്ത രീതികളിൽ നമുക്ക് പോയിന്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏത് ഡാറ്റ ടൈപ്പിന്റെ പോയിന്റേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് പോയിന്റർ ഡിക്ലറേഷന്റെ സിന്റാക്സ്. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? ഒരു പോയിന്റർ എന്താണ് എന്ന് പഠിച്ചു, ഒരു പോയിന്റർ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം എന്നുള്ളതും പഠിച്ചു. ഇനി അടുത്തത് പോയിന്റർ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി ആ പോയിന്ററിലേക്ക് ഒരു ഓർഡിനറി വേരിയബിളിന്റെ അഡ്രസ്സ് വരണ്ടേ? അല്ലെ, അഡ്രസ്സ് എനിക്ക് സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയാണ് പോയിന്റർ ആക്ച്വലി ഉപയോഗിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്കൊരു ഓർഡിനറി വേരിയബിളിന്റെ അഡ്രസ്സ് ഒരു പോയിന്റർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ സ്പെഷ്യൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഓപ്പറേറ്ററിനെ കുറിച്ചാണ് ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അതിനു മുമ്പ് ആദ്യം ഒരു നേരത്തെ പോലെ തന്നെ ഡിക്ലറേഷൻസ് എഴുതാൻ പോവാണ്.
ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒരു ഓർഡിനറി വേരിയബിൾ നം വിത്ത് വാല്യൂ 25 ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്റ്റാർ ptr1. ഓക്കെ, ദിസ് ഇസ് എ പോയിന്റർ വേരിയബിൾ. കാരണം ഇവിടെ ഒരു ആസ്റ്ററിസ്ക് വന്നുകൊണ്ട് ഈ വേരിയബിൾ എന്താണ്? ഇറ്റ് ഇസ് നോട്ട് ആൻ ഓർഡിനറി വേരിയബിൾ, ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എ പോയിന്റർ ടൈപ്പ് വേരിയബിൾ. പോയിന്റർ വേരിയബിൾ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇപ്പോൾ മെമ്മറിയിൽ എങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്? മെമ്മറിയിൽ ഇവിടെ 4 ബൈറ്റ്സ് ഉണ്ട്. നേരത്തെ വരച്ച അതേ തന്നെ 1 2 3 4. ഇതാണ് നം എന്ന് പറയുന്ന വേരിയബിൾ. ഓക്കെ, ഫസ്റ്റ് ബൈറ്റിന്റെ അഡ്രസ് 1000, then 1001, 1002, 1003. ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിന്റെ വാല്യൂസ്. ഇനി ഈ ഇതിൽ ഇപ്പൊ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ എത്രയാണ്? 25 ആണ്. അപ്പൊ നമ്പർ റെഡി. ഇനി അതേപോലെ അടുത്തത് എന്താണ്? ptr1 എന്ന് പറയുന്ന ഒരു പോയിന്റർ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഇവിടെ വേറൊരു വേരിയബിൾ ആയിട്ട് ഇവിടെ കണക്കാക്കാം. ptr1. ഓക്കെ, ഇതിന് അതിൻ്റെതായ ഒരു അഡ്രസ് ഉണ്ട്. 2000. ptr1 എന്ന് പറയുന്ന പോയിന്ററും മെമ്മറിയിലുള്ള തന്നെയല്ലേ? അപ്പൊ അതിന് അതിൻ്റെതായ ഒരു അഡ്രസ് ഉണ്ട് 2000. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഈ നം എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ് ptr1ലേക്ക് അസൈൻ ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ഓപ്പറേറ്റർ ഉണ്ട്. ആ ഓപ്പറേറ്ററിന്റെ പേരാണ് അഡ്രസ് ഓഫ്. അഡ്രസ് ഓഫ് എന്നാണ് ഈ ഓപ്പറേറ്ററിനെ വിളിക്കുക. ദിസ് ഓപ്പറേറ്റർ റിട്ടേൺസ് ദ അഡ്രസ് ഓഫ് എ വേരിയബിൾ, an ഓർഡിനറി വേരിയബിൾ. ഒരു ഓർഡിനറി വേരിയബിളിന്റെ അഡ്രസ് നമുക്ക് തരുന്ന അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഓപ്പറേറ്റർ ആണ് ഇത്, അഡ്രസ് ഓഫ്. ആൻഡ് ദിസ് ഓപ്പറേറ്റർ ഇസ് ഡിനോട്ടഡ് ബൈ ദ ക്യാരക്ടർ ഏതാണ്? ആംബർസെന്റ്. ആംബർസെന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കഴിഞ്ഞ വർഷം ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കോൾ ബൈ റെഫറൻസ് എന്നൊക്കെ ഓർമ്മയില്ലേ? കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്ന മെത്തേഡിൽ നമ്മൾ ഈ ഓപ്പറേറ്റർ ഓൾറെഡി പഠിച്ചതാണ്, ആംബർസെന്റ് ഓപ്പറേറ്റർ. സോ ഈ ആംബർസെന്റ് സിമ്പലാണ് നമ്മൾ അഡ്രസ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അഡ്രസ് ഓഫ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ സിമ്പലാണ് ഇത്, ആംബർസെന്റ്. അപ്പൊ എങ്ങനെ നമുക്കത് മുഴുവനായിട്ട് എഴുതാം എന്ന് നോക്കാം. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ഈ നം എന്ന് പറയുന്ന ഈ വേരിയബിളിന്റെ അഡ്രസ് കിട്ടണം. അഡ്രസ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ 4 അഡ്രസ്സുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏത് അഡ്രസ്സാണ് നമുക്ക് എടുക്കേണ്ടത്? അല്ലെങ്കിൽ ഈ വേരിയബിളിന്റെ അഡ്രസ് എന്ന് പറയുന്നത് ഏതാണ്? ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് ബൈറ്റ്. ഫസ്റ്റ് ബൈറ്റ് ഏതാണ്? ഈ പീസാണ്. ഈ സെല്ലിന്റെ അഡ്രസ് എന്താണ്? 1000. അപ്പൊ 1000 എന്ന് പറയുന്ന അഡ്രസ് ആണ് നമുക്ക് വേണ്ടത്. സോ വി ആർ ഓൾറെഡി ഹാവിംഗ് ആൻ ഓപ്പറേറ്റർ. അഡ്രസ് ഓഫ് എന്നുള്ള ഓപ്പറേറ്റർ നമ്മൾ പറഞ്ഞു. ആ ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് ഈ ptr1ലേക്ക് ഈ വാല്യൂ അസൈൻ ചെയ്യണം. ഇതിന്റെ അഡ്രസ് ആയിട്ടുള്ള 1000 അസൈൻ ചെയ്യണം. എങ്ങനെ എഴുതും? അത് നമ്മൾ എഴുതുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ptr1 ഈക്വൽ ടു, ഓക്കെ, ptr1 ഈക്വൽ ടു, ptr1ലേക്കാണ് അഡ്രസ് വരേണ്ടത്. അഡ്രസ് കിട്ടാനുള്ള ഓപ്പറേറ്റർ ഏതാണ്? ആംബർസെന്റ്. അപ്പൊ ആംബർസെന്റ് കിട്ടും, ആംബർസെന്റ് സിമ്പിൾ കിട്ടും. ഇനി ഏതിന്റെ അഡ്രസ് ആണ് വരേണ്ടത്? ഈ വേരിയബിളിന്റെ നമ്പർ. അപ്പൊ ആ വേരിയബിളിൽ നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, സോ ptr1 ഈക്വൽ ടു ആംബർസെന്റ് നം എന്ന് വെച്ചാൽ ഈ നമ്മിന്റെ അഡ്രസ് ആയിട്ടുള്ള 1000 എവിടേക്ക് സ്റ്റോർ ചെയ്യണം? ptr1ലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ എങ്ങനെ വന്നു? ഇവിടെ നമ്മൾ ഈ ഓപ്പറേഷൻ കഴിയുന്നതോടുകൂടി ഇവിടെ എന്ത് വരും? 1000 എന്ന് പറയുന്ന അഡ്രസ് ഇതിൽ വന്നു, ptr1ൽ വന്നു. അപ്പോൾ ഇത് വന്നതോടുകൂടി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ now there is a link between these two. ഇവിടെ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യും. ലിങ്ക് വെച്ചാൽ എന്താണ്? ഒരു കണക്ഷൻ. ഓക്കെ, അപ്പൊ ഈ നം എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ് ഇവിടെ ഈ പോയിന്ററിൽ സ്റ്റോർ ചെയ്തപ്പോൾ ഈ വേരിയബിളും ഈ പോയിന്റർ വേരിയബിളും തമ്മിൽ ലിങ്ക്ഡ് ആയി. ഓക്കെ, അതായത് നമുക്ക് ഇനി ഈ പോയിന്റർ വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഈ ഓർഡിനറി വേരിയബിൾ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം, എന്തും ചെയ്യാം. അപ്പോൾ ഈ ഓർഡിനറി വേരിയബിളിന്റെ കൺട്രോൾ ഇപ്പോൾ ആർക്ക് കിട്ടി? ഈ പോയിന്റർ വേരിയബിളിന് കിട്ടി. കാരണം അതിന്റെ മെമ്മറി അഡ്രസ് ഇവിടെ എത്തിയതുകൊണ്ട്. അപ്പോൾ ഈ വേരിയബിൾ പോയിന്റർ ഉപയോഗിച്ച് നമുക്ക് ഇനിയിപ്പോൾ ഈ വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും.
ഈ 25 എന്നുള്ള വാല്യൂ ആണെങ്കിൽ നമുക്ക് മാറ്റാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ പോയിന്റേഴ്സിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. യു ക്യാൻ manipulate or you can process the value of an ordinary variable by using this pointer type variable. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച ഓപ്പറേറ്റർ ഏതാണ്? ആംപർസൻഡ് എന്ന് പറയുന്ന ഈ ഓപ്പറേറ്റർ ആണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ദിസ് ഓപ്പറേറ്റർ ഇസ് നോൺ ആസ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്ററിന്റെ പേര് എന്താണ്? അഡ്രസ് ഓഫ് എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു റെഫറൻസിങ് ആണ്. ഈ വേരിയബിളിനെ നമ്മൾ ഈ പോയിന്റർ വഴി റെഫറൻസ് ചെയ്തു. ഓക്കെ, ഒരു റെഫറൻസ് ചെയ്യലാണ്. അപ്പൊ ഇനി നേരെ ഇതിന്റെ റിവേഴ്സ് ഡി റെഫറൻസിങ്. റെഫറൻസിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ഡി റെഫറൻസിങ്. അപ്പൊ ഡി റെഫറൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പറേറ്റർ ആണ് ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡി റെഫറൻസിങ് ഓപ്പറേറ്റർ. ഓക്കെ, ഡി റെഫറൻസിങ് ഓപ്പറേറ്റർ. ഡി റെഫറൻസിങ് എന്ന് വെച്ചാൽ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളായ കാര്യമാണ്. ഇപ്പൊ നമ്മള് ഈ ഓർഡിനറി വേരിയബിളിന്റെ അഡ്രസ് ഇവിടെ എത്തിയല്ലോ, പോയിന്റർ വേരിയബിൾ വന്നില്ലേ. ഇനി ഈ പോയിന്റർ വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം? അതായത് ഇതിന്റെ ഉള്ളിലുള്ള അഡ്രസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ഉള്ളിലുള്ള വാല്യൂ റിട്രീവ് ചെയ്യണം. ഈ വേരിയബിൾ ഹോൾഡ് ചെയ്യുന്ന വാല്യൂ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനാണ് ഡി റെഫറൻസിങ് എന്ന് പറയുന്നത്. ഒരു പോയിന്റർ വേരിയബിൾ റെഫർ ചെയ്ത വാല്യൂ ഡി റെഫറൻസ് ചെയ്യാം. ഡി റെഫറൻസ് മീൻസ് പോയിന്റർ വേരിയബിൾ സ്റ്റോർ ചെയ്ത അഡ്രസ്സിലുള്ള വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതിന് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് ഡി റെഫറൻസിങ് ഓപ്പറേറ്റർ. ആൻഡ് ദ സിംബൽ യൂസ്ഡ് ഈസ് ദ സെയിം സിംബൽ. നേരത്തെ നമ്മൾ പോയിന്റർ ഡിക്ലെയർ ചെയ്യുമ്പോൾ പഠിച്ച ഈ സിംബൽ തന്നെയാണ് വരുന്നത്. ഏതാണ്? ആസ്റ്ററിസ്ക്. ആസ്റ്ററിസ്ക് എന്ന് പറയുന്ന ഈ സിംബൽ തന്നെയാണ് ഡി റെഫറൻസിങ് ഓപ്പറേറ്റർ ആയിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഓപ്പറേറ്റർ ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്ററിന്റെ തന്നെ വേറൊരു പേര് എന്താണ്? ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വാല്യൂ അറ്റ്. അപ്പൊ ഈ ഓപ്പറേറ്ററിന് 3 പേരുകളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ഡി റെഫറൻസിങ് ഓപ്പറേറ്റർ എന്ന് പറയും. രണ്ട്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ. ആൻഡ് തേർഡ് നെയിം ഈസ് വാല്യൂ അറ്റ് ഓപ്പറേറ്റർ. 3 പേരുകളിലാണ് ഈ ഓപ്പറേറ്റർ അറിയപ്പെടുന്നത്. ഓക്കെ, അതിന്റെ സിംബൽ ഏതാണ്? സ്റ്റാർ ആണ്. അപ്പൊ ഇനി നമുക്ക് ഈ ഓപ്പറേറ്റർ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ നേരത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്നും കൂടി എഴുതണം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ നേരത്തെ അഡ്രസ് സ്റ്റോർ ചെയ്തത്? ഈ നമ്മിന്റെ അഡ്രസ് എങ്ങനെയാണ് നമ്മൾ PTR1ലേക്ക് സ്റ്റോർ ചെയ്തത്? അതിനുള്ള സ്റ്റേറ്റ്മെന്റ് ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? അതായത് നമ്മൾ എഴുതിയത് എങ്ങനെയാണ്? PTR1 ഈക്വൽ ടു ആംപർസൻഡ് ഇങ്ങനെയാണ് എഴുതിയത്. ഇനി PTR1ലുള്ള വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യണം. ഓക്കെ, PTR1ലുള്ള വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പൊ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? സി ഔട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ കമാൻഡ് യൂസ് ചെയ്യുന്നു. സി ഔട്ട് ദെൻ PTR1 ഹോൾഡ് ചെയ്യുന്ന ഈ അഡ്രസ്സിലുള്ള വാല്യൂ, അതാണ് വാല്യൂ അറ്റ് എന്ന് പറയാനുള്ള കാരണം. വാല്യൂ അറ്റ് ദിസ് അഡ്രസ്. അപ്പൊ അതിനാണ് നമുക്ക് ഡി റെഫറൻസിങ് ഓപ്പറേറ്റർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ഡി റെഫറൻസിങ് ഓപ്പറേറ്റർ യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? ആസ്റ്ററിസ്ക് സിംബൽ ഇടണം, സ്റ്റാർ സിംബൽ ഇടണം. പിന്നെ ഈ പറയുന്ന പോയിന്റർ വേരിയബിളിന്റെ പേര് എന്താണ്? പോയിന്റർ വേരിയബിളിന്റെ നെയിം എന്താണ്? PTR1. ഓക്കെ, സോ സ്റ്റാർ PTR1 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇപ്പോ എന്താ സംഭവിക്കുന്നത്? PTR1ലുള്ള വാല്യൂ എന്താണ്? ആ അഡ്രസ് ആണ്. അതായത് നമ്മിന്റെ അഡ്രസ് ആണ് ഇപ്പൊ PTR1ലുള്ളത്. ഈ വാല്യൂവിലുള്ള ഈ അഡ്രസ്സിലുള്ള വാല്യൂ പുറത്തെടുക്കാൻ പറയാണ്. ഡി റെഫറൻസ് ചെയ്യാം. ഓക്കെ, ഡി റെഫറൻസ് ദ വാല്യൂ വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ ദിസ് അഡ്രസ്. ഈ അഡ്രസ്സിലുള്ള വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡാണ് cout star PTR1. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതാണ് വാല്യൂ അറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഇനി നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് വേറെ രീതിയിൽ എഴുതാം. നിങ്ങൾക്ക് ഇപ്പൊ ഇതിലുള്ള വാല്യൂ എന്താണ്? 25 അല്ലേ? ആ 25 മാറ്റിയിട്ട് നിങ്ങൾക്ക് അവിടെ 35 വരണം എന്ന് വിചാരിക്കാം. ഓക്കെ, 35 ഇവിടെ വരണമെങ്കിൽ നമ്മൾ നോർമലി എഴുതാൻ എങ്ങനെയാണ്? നം ഈക്വൽ ടു 35 എന്ന് എഴുതിയാൽ മതി. നം ഈക്വൽ ടു 35 എന്ന് എഴുതിയാൽ ഇവിടെ 25 എന്ന് പറയുന്ന വാല്യൂ ഓവർ റൈറ്റ് ചെയ്ത് പോകും. 25 ഈസ് ഓവർ റിട്ടൺ ബൈ 35. പക്ഷെ ഇങ്ങനെയല്ല നമുക്ക് എഴുതേണ്ടത്. PTR1 എന്ന് പറയുന്ന പോയിന്റർ ഉപയോഗിച്ച് എഴുതണം. ഓക്കെ, PTR1 എന്ന് പറയുന്ന ഈ പോയിന്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം?
ഈ 25 മാറ്റിയിട്ട് അവിടെ 35 ആക്കണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? അവിടെ നമുക്ക് ഈ പറഞ്ഞ ഇൻഡയറക്ഷൻ അല്ലെങ്കിൽ ഡീറഫറൻസിങ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എഴുതുന്നത് എങ്ങനെയാ വെച്ചാൽ സ്റ്റാർ ptr1 ഈക്വൽ ടു 35 എന്ന് വെച്ചാൽ എന്താണ്? ptr1 എന്ന് വെച്ചാൽ നമുക്ക് 1000 എന്ന് കിട്ടും അഡ്രസ്. ഈ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ അറ്റ് ptr1 സ്റ്റാർ എന്ന് വെച്ചാൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. വാല്യൂ അറ്റ് ptr1 എന്താ ഉള്ളത്? ptr1 എന്ന് പറയുന്ന ഈ വേരിയബിളിൽ, ഈ പോയിന്റർ വേരിയബിളിൽ ഇപ്പോൾ 1000 ആണ്, ഈ അഡ്രസ് ആണ്. ഈ അഡ്രസ്സിലുള്ള വാല്യൂ എന്തായി മാറണം? 35 ആയി മാറണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കഴിയുന്നതോടുകൂടി ഇവിടെ 25 പോയിട്ട് അവിടെ എന്ത് തോന്നുന്നു? 35 വന്നു. അപ്പോൾ ഇതാണ് പോയിന്റേഴ്സ് കൊണ്ടുള്ള യൂസ്. നമുക്ക് ഈ നം എന്ന് പറയുന്ന വേരിയബിള് തൊടാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റി? ഈ പോയിന്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെറിയ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, കുറെ ഹൈ ലെവൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയില്ല, കമ്പൈലർക്ക് അറിയില്ലേ? കമ്പൈലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ സോഫ്റ്റ്വെയർ യൂസ്ഡ് ഫോർ ട്രാൻസ്ലേറ്റിംഗ് എ ഹൈ ലെവൽ ലാംഗ്വേജ് കോഡ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. നമ്മൾ പഠിച്ചാണ് കഴിഞ്ഞത്. ഈ കമ്പൈലേഴ്സ് ഒക്കെ ആക്ച്വലി ഒരു പ്രോഗ്രാം തന്നെയാണ്, സോഫ്റ്റ്വെയർ ആണ്. കമ്പൈലർ പ്രോഗ്രാംസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ആവശ്യം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് എന്ത് യൂസ് ചെയ്യാം? ഈ പോയിന്റേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് അത്രയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ വളരെ ബേസ് ലെവലിൽ ഇരുന്നിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു യൂസേജ് ആണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 2 ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്ന് അഡ്രസ് ഓഫ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ പഠിച്ചു. രണ്ടാമത്തത് ഡീറഫറൻസിങ് ഓർ ഇൻഡയറക്ഷൻ ഓർ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ. അഡ്രസ് ഓഫ് ഓപ്പറേറ്ററിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ്? ആംബർസെന്റ് സിമ്പിളാണ് യൂസ് ചെയ്യുക. ഡീറഫറൻസിങ് ഓപ്പറേറ്റർ ഓർ വാല്യൂ അറ്റ് ഓപ്പറേറ്ററിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ്? സ്റ്റാർ അല്ലെങ്കിൽ ആസ്റ്ററിസ്ക് സിമ്പിളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പോയിന്റേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് ഈ എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെ ചെറിയ ചില ഓപ്പറേഷൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം ഞാൻ നേരത്തെ എഴുതിയ കാര്യം തന്നെ എഴുതുന്നു ഒന്നുകൂടി. അതായത് ptr1 ഈക്വൽ ടു ആംബർസെന്റ് നം. ptr1 ഈസ് ഈക്വൽ ടു ആംബർസെന്റ് നം. അപ്പോൾ ഇപ്പൊ എന്ത് സംഭവിച്ചു? ഈ നമ്മിന്റെ അഡ്രസ് ആയിട്ടുള്ള 1000 ptr1ലേക്ക് സ്റ്റോർ ചെയ്തു. നേരത്തെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുന്നുള്ളൂ. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. cout നം എന്ന് എഴുതിയാൽ എന്താണ് കിട്ടുക? cout നം, വെരി സിമ്പിൾ. നമ്മിന്റെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 35 അല്ലെ? 35. ഇനി cout ptr1 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? ptr1 എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ ptr1ലുള്ള കണ്ടന്റ്, ptr1ൽ സ്റ്റോർ ചെയ്ത വാല്യൂ എന്താണ്? 1000, വിച്ച് ഇസ് ദ മെമ്മറി അഡ്രസ് ഓഫ് നം. നമ്മിന്റെ മെമ്മറി അഡ്രസ് ആയിട്ടുള്ള 1000 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ കമന്റ് ചെയ്ത് എഴുതാണ് ചെയ്തിട്ടില്ല കേട്ടോ. കമന്റ്സ് ഓർമ്മയില്ലേ? കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചാണ്. ദെൻ അടുത്ത് cout ആംബർസെന്റ് നം എന്താ കിട്ടുക? ആംബർസെന്റ് നം. ആംബർസെന്റ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ആണ്. അപ്പൊ അഡ്രസ് ഓഫ് നം എന്ന് പറഞ്ഞാൽ ഈ നം എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ് എന്ന് വെച്ചാൽ ആദ്യത്തെ ബൈറ്റിന്റെ അഡ്രസ്, ദാറ്റ് ഈസ് 1000 അല്ലെ? അപ്പോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അഗൈൻ വി ആർ ഗെറ്റിംഗ് ദ ആൻസർ 1000. അതായത് ഈ രണ്ടും സെയിം റിസൾട്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. cout ptr1 എന്ന് എഴുതിയാലും cout ആംബർസെന്റ് നം എന്ന് എഴുതിയാലും സെയിം റിസൾട്ട് ആണ്. ഈ നമ്മിന്റെ അഡ്രസ് ആണ് പ്രിന്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇങ്ങനെ എഴുതാം. cout സ്റ്റാർ ptr1. വാട്ട് ഈസ് ദ റിസൾട്ട്? cout സ്റ്റാർ ptr1, അതായത് ptr1ലുള്ള അഡ്രസ്സിലുള്ള വാല്യൂ, ptr1ലുള്ള വാല്യൂ എന്താണ്? 1000 അഡ്രസ്. ഈ അഡ്രസ്സിലുള്ള വാല്യൂ എന്താണ്? 35. ക്ലിയർ അല്ലേ? നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്താണ്, അതേ തന്നെ. സോ ദ ആൻസർ ഈസ് 35. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി അടുത്തത് cout ആംബർസെന്റ് ptr1 എന്താ കിട്ടുക?
PTR1 എന്ന് പറയുന്ന പോയിന്ററിന്റെ അഡ്രസ്, PTR1 എന്ന് പറയുന്ന പോയിന്റർ ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന് അതിൻ്റെതായ ഒരു അഡ്രസ് ഉണ്ട് അല്ലെ. ആ അഡ്രസ് എന്താണ്? 2000 എന്ന് പറയുന്ന ഈ അഡ്രസ്. അപ്പൊ ഈ അഡ്രസ് ആണ് ഇപ്പൊ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുക. സോ ദ ഔട്ട്പുട്ട് ഓഫ് ദ റിസൾട്ട് ഈസ് 2000. ഇസ് ക്ലിയർ? അപ്പൊ എന്തൊക്കെ നമ്മളിപ്പോ പ്രിന്റ് ചെയ്യിച്ചത്? ആദ്യം പ്രിന്റ് ചെയ്യിച്ചത് നമ്മിലുള്ള വാല്യൂ 35 പ്രിന്റ് ചെയ്തു. അടുത്തത് PTR1ലുള്ള വാല്യൂ. PTR1ലുള്ള വാല്യൂ എന്താണ്? 1000. ഈ ഇതിന്റെ ഫസ്റ്റ് അഡ്രസ് 1000 പ്രിന്റ് ചെയ്തു. ഇനി സി ഔട്ട് ആംബർസൺ നം എന്ന് പ്രിന്റ് ചെയ്യിച്ചു. ആംബർസൺ നം എന്ന് വെച്ചാൽ ഈ ഓർഡിനറി വേരിയബിളിന്റെ അഡ്രസ്, അതായത് ഇവിടെ നമ്മൾ എഴുതിയത് തന്നെ ഈ അഡ്രസ് ആണ് നമ്മളിപ്പോ PTR1ലേക്ക് അസൈൻ ചെയ്തത്. അപ്പൊ വെറുതെ നമ്മൾ ആംബർസൺ നം എന്ന് എഴുതിയാൽ ഇറ്റ് ഇസ് ദ സെയിം ആസ് PTR1, അതായത് ഈ വേരിയബിളിന്റെ അഡ്രസ്, ദാറ്റ് ഈസ് 1000. ഓക്കെ. അടുത്തത് സി ഔട്ട് സ്റ്റാർ PTR1. സ്റ്റാർ PTR1 എന്ന് വെച്ചാൽ ഈ സ്റ്റാർ വാല്യൂ അറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഈ PTR1ലുള്ള അഡ്രസ്സിലത്തെ വാല്യൂ അറ്റ് PTR1, ദാറ്റ് ഈസ് 35. PTR1ലുള്ള വാല്യൂ എത്രയാണ്? 1000. 1000ലുള്ള വാല്യൂ എത്രയാണ്? ഇതിലുള്ള വാല്യൂ 35. ഓക്കെ. ഇനി അടുത്തത് ആംബർസൺ PTR1 എന്ന് വെച്ചാൽ ഈ പോയിന്റർ വേരിയബിളിന്റെ അഡ്രസ്, PTR1 എന്ന പേരിൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത പോയിന്റർ വേരിയബിളിന്റെ അഡ്രസ് ആയിട്ടുള്ള 2000 പ്രിന്റ് ചെയ്യും. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഒന്ന് എഴുതി നോക്കാം. സി ഔട്ട് സ്റ്റാർ നം എഴുതി, അതായത് വാല്യൂ അറ്റ് നം. ഈ നം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഇസ് ഇറ്റ് ആൻ ഓർഡിനറി വേരിയബിൾ ഓർ എ പോയിന്റർ വേരിയബിൾ? അതൊരു ഓർഡിനറി വേരിയബിൾ അല്ലേ. അപ്പൊ ഓർഡിനറി വേരിയബിളിന്റെ കൂടെ നമുക്ക് ഒരിക്കലും ഈ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഈ ഓപ്പറേറ്റർ ഏതിന്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? പോയിന്റേഴ്സിന്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻ എറർ. എററാണ് നമുക്ക് കിട്ടുക. മനസ്സിലായില്ലേ? അപ്പൊ ഇൻഡയറക്ഷൻ ഓർ വാല്യൂ അറ്റ് ഓർ ഡീറഫറൻസിങ് ഓപ്പറേറ്റർ ക്യാൻ ഓൺലി ബി യൂസ്ഡ് വിത്ത് പോയിന്റേഴ്സ്. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് വിത്ത് ഓർഡിനറി വേരിയബിൾസ്. ഓർഡിനറി വേരിയബിൾസിന്റെ കൂടെ അത് ഉപയോഗിക്കാനേ പറ്റില്ല. പോയിന്റർ ടൈപ്പ് വേരിയബിളിന്റെ കൂടെ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നേരെ മറിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ട്. നേരത്തെ നമ്മൾ എഴുതിയതാണ് ആംബർസൺ നം എന്ന് എഴുതി നമ്മൾ അല്ലേ. അത് പ്രശ്നമൊന്നുമില്ലായിരുന്നു. അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിയതാണ്. റിസൾട്ട് എത്രയായിരുന്നു? 1000 എന്ന് കിട്ടി. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ എഴുതിയിരുന്നു സി ഔട്ട് ആംബർസൺ PTR1 എന്ന് എഴുതി. അതിന്റെ നമുക്ക് റിസൾട്ട് കിട്ടി. അതിന്റെ റിസൾട്ട് എത്രയായിരുന്നു? 2000. PTR1ന്റെ അഡ്രസ്. അപ്പൊ ഇതിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ ഓപ്പറേറ്റർ, അതായത് അഡ്രസ് ഓഫ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ, ദിസ് ഓപ്പറേറ്റർ ക്യാൻ ബി യൂസ്ഡ് വിത്ത് ഐദർ ആൻ ഓർഡിനറി വേരിയബിൾ ഓർ എ പോയിന്റർ വേരിയബിൾ. ഈ ഓപ്പറേറ്റർ നമുക്ക് ഓർഡിനറി വേരിയബിളിന്റെ കൂടെ ഉപയോഗിക്കാം, പോയിന്റർ ടൈപ്പ് വേരിയബിളിന്റെ കൂടെ ഉപയോഗിക്കാം. നേരെ മറിച്ച് വാല്യൂ അറ്റ് ഓർ ഇൻഡയറക്ഷൻ ഓർ ഡീറഫറൻസിങ് ഓപ്പറേറ്റർ ക്യാൻ ഓൺലി ബി യൂസ്ഡ് അലോങ് വിത്ത് പോയിന്റേഴ്സ്. ഓർഡിനറി വേരിയബിൾസിന്റെ കൂടെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയും കൺസെപ്റ്റ്സ് ഇപ്പൊ ക്ലിയർ ആയോ? നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? പോയിന്റേഴ്സ് എന്താന്ന് പറഞ്ഞു, അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. പോയിന്റർ ഈസ് എ വേരിയബിൾ വിച്ച് ക്യാൻ സ്റ്റോർ ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. ഒരു മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ ആണ് ഇത് പോയിന്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ് അത് ആക്ച്വലി. പിന്നെ പോയിന്റർ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് പറഞ്ഞു. പിന്നെ പോയിന്റേഴ്സിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന 2 ഓപ്പറേറ്റേഴ്സും നമ്മൾ പഠിച്ചു. ഓക്കെ. അഡ്രസ് ഓഫ് ഓപ്പറേറ്ററും അതുപോലെ തന്നെ ഇൻഡയറക്ഷൻ ഓർ ഡീറഫറൻസിങ് ഓർ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ. ഇത്രയും ആണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ഈ ക്ലാസ്സിന് ഇത്രയും മതി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഞാൻ നോട്ട്സ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ആ നോട്ട്സും അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ PDF ഉണ്ടല്ലോ, അതും വെച്ചിട്ടൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കാം. ഓക്കെ. ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ
നിങ്ങൾക്ക് ഫോൺ ചെയ്ത് ചോദിക്കുക, എങ്ങനെ വേണമെങ്കിലും ഇതാക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് തൽക്കാലം ക്ലാസ് നമുക്ക് നിർത്താം. ഓക്കെ.